ഹൈക്കോടതിയിലെ ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് പുതുതായിട്ട് സർക്കാർ നടത്തിയ നിയമനം സ്പെഷ്യൽ പ്ലീഡർ അല്ലെ, ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ നിയമനം കെ പ്രദീപാണ്. ആ നിയമനം വലിയ വിവാദമായിട്ടുണ്ട്. അതിൽ കെ മുരളീധരൻ ദേവസ്വം മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിനെതിരെ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള VN വാസവന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ആകെ ചർച്ചയാണ്. ഇതിൽ എവിടെയാണ് ഒരു പൊരുത്തക്കേടുള്ളത്? അല്ല, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കെ മുരളീധരന്റെ ഒരു മറുപടിയാണ്. അതെനിക്ക് കൊള്ളാമെന്ന് തോന്നി. അത് നല്ലൊരു ഐഡിയ ആണത്. പുള്ളിക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതില് ശരിക്കും പറഞ്ഞ എതിർഭാഗത്തിന്റെ തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നാളെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തു വെക്കാം. കാരണം എതിർഭാഗത്തെ എല്ലാ തന്ത്രങ്ങളും കൃത്യമായിട്ട് പോറ്റിക്കറിയാലോ, ഇല്ലേ? അപ്പൊ യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ച് എന്ത് ചെയ്യാം, ഇവിടെ മയക്കുമരുന്ന് ലോബിയുടെ പിന്നെ ഹെഡായിട്ടും വെക്കാം. കാരണം ഇതുപോലെയുള്ള ന്യായങ്ങളൊക്കെ പറയുന്ന മുരളീധരനെ നമ്മളൊന്ന് സമ്മതിച്ചേ പറ്റൂ. അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഈ പുള്ളി ഇപ്പൊ രാജിവെച്ചിട്ടുണ്ട്. കെ വി പ്രദീപ് ഇപ്പൊ രാജിവെച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ഇന്ന് തന്നെ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടു. അപ്പൊ കുറെ മാധ്യമങ്ങളുടെ ഒരു തരികിട കൂടി ഇതിനകത്തുണ്ട്. മാധ്യമങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടു. ഈ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന് പറയണം. ഏത് നിയമവകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. മുഖ്യമന്ത്രിയാണ് ഈ തീരുമാനമെടുത്തത്. ഞങ്ങൾക്കാർക്കും ഒരു അഭിപ്രായമില്ലെന്നാണ് ഇന്നലെ മുരളീധരൻ നമ്മളോട് പറഞ്ഞത്. മുരളീധരൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് അതാണ്. ഇത് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്, നമുക്കതൊന്നും അറിയാൻ പാടില്ല, നമ്മളെ വിട്ടേക്കേ എന്നാണ് പുള്ളി പറഞ്ഞത്. സത്യം പറഞ്ഞത് ഏതാ പച്ചമലയാളത്തിൽ പറഞ്ഞത് അതാണ്. പുള്ളി ഇത്തിരി കൂടി ഭംഗിയായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പുള്ളി ഇന്ന് മാധ്യമങ്ങൾക്ക് പക്ഷെ സതീശനെ കുറ്റം പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടും. ഒരു സതീശ മേനോൻ ഭജൻസായി ഇവർ മാധ്യമങ്ങൾ അതപ്പതിച്ചിട്ടുള്ളതുകൊണ്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഷ്ടത്തിലായി. കാരണം ഇത് സതീശൻ അറിഞ്ഞിട്ടില്ല, ആരോ അപ്പുറത്ത് നിന്ന് ആരോ ചെയ്താണ്. സത്യത്തിൽ ഒരു കാര്യമുണ്ട്, ഞാൻ ആ വാർത്ത സൂക്ഷിച്ചു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഭാഗ്യത്തിന് പിണറായി ഇതാന്ന് പറഞ്ഞിട്ടില്ല, പിണറായി ചെയ്താണെന്ന് പറഞ്ഞിട്ടില്ല. മുൻ ഗവൺമെന്റ് ചെയ്തു വെച്ചിട്ട് പോയതാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത്രമാത്രം പറയാത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഇവര് പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ മുൻ ഗവൺമെന്റ് ചെയ്തു വെച്ചിട്ടാണ്. ഇനി അതവിടെ നിൽക്കട്ടെ, ഈ കാര്യത്തിലേക്ക് വരാം. ഈ കെ പ്രദീപ് അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. ഇനി തുറന്നൊരു കാര്യം കൂടി പറയട്ടെ, ഇദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അപ്പൊ പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനാണ്. പ്രത്യേകിച്ച് ക്ഷേത്രത്തിലെ കേസുകളെ കുറിച്ചും അതിനെ കളവിനെ കുറിച്ചും ഒക്കെ നല്ല ധാരണയുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ തന്നെ ഇദ്ദേഹം നിരവധി കേസുകൾ നടത്തി നല്ല പണം സമ്പാദിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇപ്പൊ ഒരു കേസിലായാലും ഒരു കക്ഷിക്ക് വേണ്ടി ഹാജരായി എന്നുള്ളത് കൊണ്ട് ഇപ്പുറത്തെ ഗവൺമെന്റിന് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. അതായത് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ അഭിഭാഷകനാണ്, ശബരിമല മേൽശാന്തി കേസിലെ അമിക്കസ് ക്യൂറി ആയിരുന്നു, കൊട്ടിയൂർ ക്ഷേത്രത്തിലെ അഡ്വക്കേറ്റ് കമ്മീഷണർ ആയിരുന്നു. അങ്ങനെയൊക്കെ സേവനം ചെയ്തിട്ടുള്ള ഒരു അല്ല, ഇതിലെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ, അതായത് മറ്റേ ഭണ്ഡാരിയുടെ എന്തായിരുന്നു അഭിഭാഷകനായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ അഭിഭാഷകനായിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി ആളുകൾ ചെന്നപ്പോൾ നേരെ തന്നെ ഇരുന്നിട്ട് ഇദ്ദേഹം അവരെ ന്യായീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ന്യായീകരിച്ചിട്ടുള്ളപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി BD സതീശൻ സർക്കാരിന് തോന്നിയാണ് വെറുതെ രണ്ട് അഡ്വക്കേറ്റിനെ വെച്ച് അവരുടെ കയ്യിലെ കാശുകളാണോ. ആ അഡ്വക്കേറ്റ് തന്നെ നമ്മളും കൂടി എടുത്തു വെച്ചാൽ പിന്നെ പുള്ളി കൂടി ഇത് പറഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. പിന്നെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം എന്ന് വെച്ചാൽ, പുള്ളി ഈ കേസ് വാദിക്കാൻ വേണ്ടി പോവില്ല, ഈ കേസിന് വേണ്ടി അപ്പിയർ ചെയ്യില്ല. കേസിന് വേണ്ടി ഒന്നും അപ്പിയർ ചെയ്യണ്ട. ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളി ഈ പറയുന്ന ഇത് തീരുമാനിക്കുന്ന, കോടതിയിൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് കൊടുക്കുന്നതിന്റെ ചീഫ് അദ്ദേഹമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഈ പറയില്ല. ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തെ വെച്ചേക്കണത്. നിയമവകുപ്പ് മന്ത്രി ആരാണ്? നിയമവകുപ്പ് മന്ത്രി VD സതീശനാണ്. അപ്പൊ എന്നിട്ട് VD സതീശനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ പറയണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഇതൊക്കെ പോട്ടെ, സത്യത്തിൽ ഇത് ഇങ്ങനെ വെക്കുന്നതിന് ഞാൻ തത്വപരമായിട്ട് എതിരല്ല കേട്ടോ. അതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പ്രൊഫഷണലി, ഇപ്പൊ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, നിങ്ങളിപ്പോ ഒരാൾക്ക് വേണ്ടി വാദിക്കുന്നു, ഒരു കേസ് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അയാൾക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. കാരണം ഒരു വക്കീലിന്റെ അടുത്ത് വരുന്ന കേസുകൾ, കള്ളന്മാരുടെയും കൊലപാതകങ്ങളിലേക്ക് കേസുകൾ അവർ എന്ത് ചെയ്യും, ഏറ്റെടുക്കും. അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ആയാലും അവർ ഗവൺമെന്റിനോട് നീതി കാണിച്ചാൽ മതി. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, പിണറായി സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ പല അപ്പോയിന്റ്മെന്റുകൾ നടന്നതിനെയും കൂടിക്കാഴ്ച നടന്നതിനെയും അവരെന്ത് ചെയ്തിരുന്നു, എതിർത്തിരുന്നു. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ദത്താത്രേയ ഹൊസബളയെയും RSSന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ള ദത്താത്രേയ ഹൊസബളയെ ADGP MR അജിത് കുമാർ എന്ന് കണ്ടതിന് എന്ത് കുഴപ്പം പറയും? കാരണം എന്താ, അദ്ദേഹം ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആണ്. സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ എല്ലാ സംഘടനകളുടെയും നേതാക്കന്മാരായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്നത് നല്ലതല്ലേ, ഒരു ക്രമസമാധാന പാലനത്തിന് എന്ന് ചോദിച്ചാൽ വല്ല മറുപടി ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഒരേ വർത്താനം അവിടെ ഇപ്പുറത്തും വന്ന് എന്ത് ചെയ്യരുത്,
പറയരുത്. ഇനി വേറൊരു വലിയ പ്രശ്നം കൂടിയാണ് ഇതിനകത്ത്. ആ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് ഈ ഗവൺമെന്റിന്റെ പോളിസിയും നിലപാടും പറയേണ്ടതാണ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ. ഇദ്ദേഹത്തിന്റെ പോളിസിയും നിലപാടും എന്താണ്? ഇദ്ദേഹം ഒരു കടുത്ത സംഘപരിവാർ മോദി ആരാധകനാണ് എന്ന് മാത്രമല്ല, ഇദ്ദേഹം രാഹുൽ ഗാന്ധിയെ കളിയാക്കി നിരവധി പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. BBC മറ്റേ മോദിക്ക് വേണ്ടി കരയുന്നത് മനസ്സിലാക്കാം, പക്ഷെ രാഹുൽ ഗാന്ധി എന്തിനാണ് കരയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ മാത്രമേ ഒരു വിശ്വാസ്യതയുള്ള ഒരാളായിട്ട് VD സതീശൻ സർക്കാരിന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു കുഴപ്പമില്ലേ? ഇനി അതോടെ നിൽക്കട്ടെ, ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള വേറെ ആരും പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രജിത, സത്യത്തിൽ ഇവർ ഈ പോസ്റ്റൊക്കെ ഏറ്റെടുക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതാണ്. ഞാൻ പറയണത് ഏത് അഡ്വക്കേറ്റും ആയിക്കോട്ടെ, ഈ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ട് ഒരുപാട് അഡ്വക്കേറ്റ്, ഇപ്പൊ 130ഓളം അഡ്വക്കേറ്റ്സിന് ഇവർ നിയമിക്കുമല്ലോ. ഈ അഡ്വക്കേറ്റ്സ് എന്തിനാണ് ഈ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ഈ നിയമനങ്ങൾ ഏറ്റെടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പ്രജിത ഒന്ന് പറഞ്ഞ എന്തിനായിരിക്കും? വല്ല ഊഹമുണ്ടോ? അവർക്കുള്ള കാര്യങ്ങൾ നടത്തിക്കിട്ടാൻ. അവർക്കുള്ള കാര്യങ്ങൾ നടത്തിക്കിട്ടാൻ. കാരണം എന്താണെന്നറിയാമോ? ഇതിലൊരു വലിയ ലോജിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളൊരു പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനാണെങ്കിൽ നിങ്ങൾക്കൊരു ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ മേടിക്കുന്നതിനേക്കാൾ വലിയ വരുമാനം നിങ്ങൾക്കുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കേരളത്തിലുള്ള പല എനിക്കറിയാം വളരെ പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റ്സിനോട് നിങ്ങൾ ഹൈക്കോടതി ജഡ്ജി ആവൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ആ പണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊന്നും ആ പണിക്കില്ല എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ 2.5 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം കിട്ടും. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വെള്ളമടിക്കാൻ വേണം 10,000 രൂപ. അപ്പൊ അവരിത് എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നത്? അപ്പൊ സത്യം പറഞ്ഞാൽ അവർക്കെല്ലാം ഒരു കേസ് എടുക്കുന്നതിന് 4-5 ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു മാസം തന്നെ 1 കോടി രൂപയിൽ കൂടുതലുള്ള അഡ്വക്കേറ്റ്സ് ആണ്. ആ അഡ്വക്കേറ്റ്സ് എങ്ങനെ ഈ കേസ് എടുക്കുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? 1 കോടി രൂപ 50 ലക്ഷം രൂപ കിട്ടുന്ന ഒരാള് നേരെ ഇപ്പൊ വേറെ ഒന്നും പോകണ്ട, കമാൽ പാഷയുടെ കമന്റുകളുണ്ട്. കമാൽ പാഷ അദ്ദേഹം വലിയ പ്രാക്ടീസ് ഉള്ള അഡ്വക്കേറ്റ് ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ജഡ്ജിയായി മറ്റേ മജിസ്ട്രേറ്റ് ആയി പിന്നെ ജഡ്ജി ആയിട്ടൊക്കെ മാറുന്നത്. അപ്പൊ മജിസ്ട്രേറ്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അന്നേരം കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിന് 4-1 എനിക്ക് കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ കിട്ടുമായിരുന്ന ഒരു കാര്യം, ഇപ്പൊ ജഡ്ജി ആകുമ്പോൾ ഒക്കെ നമുക്കൊരു പവർ ഉണ്ട്, അധികാരമുണ്ട്, കുറെ കൂടി സമൂഹത്തിൽ നോട്ടബിൾ ആകുമോ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇവരെന്തുകൊണ്ടാണ് അത് ഏറ്റെടുക്കുന്നത്? ഇവരെ ഏറ്റെടുക്കുമ്പോൾ ഇനി അടുത്തെന്താ സംഭവിക്കുന്നതെന്ന് അറിയോ പ്രജിത? ഇവരുടെ ഓഫീസ് അതുപോലെ തന്നെ നിൽക്കുകയാണ് അവിടെ. പ്രജിതാണെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിച്ചു, ഇവർ പുറത്തു പറയൂല, ഇവരുടെ ഓഫീസ് അതുപോലെ തന്നെ പുറത്ത് വേറെ നിൽക്കുന്നുണ്ട്. അവിടെ ആരിത് നോക്കും? അവരുടെ പേരിൽ ഒരു കേസും വരില്ല, അവരൊരു കേസും വാദിക്കാൻ വേണ്ടി പോകില്ല, കാരണം അവർ ഗവൺമെന്റ് വക്കീല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജൂനിയേഴ്സ് എല്ലാം ഇവരോട് രാത്രി ഡിസ്കസ് ചെയ്തിട്ട് തന്നെ കേസ് ഏറ്റെടുക്കുകയും അവിടെ എന്ത് ചെയ്യാൻ പോവുകയും ചെയ്യും, വാദിക്കാൻ പോവുകയും ചെയ്യും. ഇതൊന്നും ആരും പറയൂല. ഈ ഹൈക്കോടതിയിലും അതുപോലെ കോടതികളിലും ചിന്തിക്കാണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ നളിനി ചിദംബരം അല്ലെങ്കിൽ ചിദംബരത്തിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആവുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ DG ആവുന്നു, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആവുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതേവരെയുള്ള പ്രാക്ടീസും അതേവരെ നിങ്ങൾ 10-20 കൊല്ലമായിട്ടുള്ള മറ്റേ നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകളും നിങ്ങളുടെ 10-20 ജൂനിയേഴ്സിനെയും എല്ലാരെയും എന്ത് ചെയ്യോ ഒരു ദിവസം അടച്ചു പൂട്ടിയിട്ട് എല്ലാവരും വീട്ടിൽ പൊക്കളാൻ പറയും? ഇല്ല, നിങ്ങൾ എടുത്തു പോയി ആ കേസുകളും അതുമല്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ എന്താ ഗുണം? എനിക്കെതിരെ വാദിക്കാൻ വരുന്നത് താങ്കളാണ്, താങ്കൾ ഇവിടുത്തെ പ്രഗത്ഭനായ വക്കീലാണ്. ഞാൻ എന്ത് ചെയ്യും? താങ്കളുടെ ജൂനിയർ താങ്കളുടെ അതേ ഓഫീസാണ്, എനിക്കറിയാം താങ്കളുടെ ഓഫീസാണെന്നും രാത്രി 10 മണിക്ക് ശേഷം ഇപ്പോഴും താങ്കൾ വിളിച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് അവർ എടുക്കണേന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവരുടെ ഓഫീസിൽ പോയി കേസ് കൊടുക്കും. രക്ഷപ്പെടൂല്ലേ സാർ? എന്ന് രക്ഷപ്പെടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് പറയും, സാധാരണ നമ്മുടെ ഫീസ് 5 ലക്ഷം ഉണ്ട്, പക്ഷെ ഈ കേസിന് അത് പോരാ, 15 ലക്ഷം വേണമെന്ന് പറയും. കുഴപ്പമില്ല. കാരണം എന്താ? രക്ഷപ്പെടുമല്ലോ. കാരണം ഇപ്പുറത്ത് വാദിക്കുന്നത് രാജീവ് കുമാർ എന്ന് പറയുന്ന സക്സേന എന്ന് പറയുന്ന ഒരാള്. പുള്ളി ആര്? മറ്റേ പുള്ളിയുടെ ജൂനിയർ ചെല്ലുമ്പോ വാദിക്കുന്നു. ആരോടാ വാദിക്കേണ്ടത്? പുള്ളിയുടെ ഓഫീസിലെ ജൂനിയറായി ഞാൻ പ്രജിതയോട് വാദിച്ച് പ്രജിതനെ തോപ്പിക്കും. നടക്കുമല്ലോ, നടക്കും ഇല്ലേ? ഈ ഹാരിസൺ മലയാളം പോലെയുള്ള എന്തോരം കേസുകളിലാണ് പ്രജിതാര തമാശ പറയേണ്ടത്. ഈ റവന്യൂ കേസുകളിലൊക്കെ ഗവൺമെന്റ് തോക്കും. ഭൂമി സംബന്ധമായ എല്ലാ കേസും 90-ൽ 99 കേസുകളും ഗവൺമെന്റ് തോക്കും. എന്താണെന്നറിയാമോ? തോക്കുന്ന ആളാണ് നല്ലത്.
സാറേ ഇങ്ങനെ സത്യം ഒന്ന് വിളിച്ചു ആ പറയല്ലേ. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ നാളെ പോലെ രതീഷെ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ ആരെങ്കിലും കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞു, രതീഷ് നിങ്ങൾ ഇത് പറയാതിരിക്കാൻ എത്ര രൂപ എന്ന് ചോദിച്ചാൽ എനിക്കൊരു 5 കോടി രൂപ തന്നെയാണ് പറയാതിരിക്കാൻ. ഞാൻ ഒരു പണിയും എടുക്കാതിരിക്കാൻ 5 കോടി രൂപ വരെയാണ്. ഞാൻ ഇത്രയും കാലം എന്റെ പേര് മുഴുവൻ ഉണ്ടാക്കിയത് ഞാൻ പണിയെടുത്ത് ഗംഭീരമായ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മാസാമാസം എന്ത് ചെയ്യുന്നു? ഞങ്ങൾ 50 ലക്ഷം രൂപ ആയിരുന്നു. ഞങ്ങൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ശമ്പളം തരും. 1.5 ലക്ഷം രൂപ ഗവൺമെന്റ് ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങളെ മിടുക്ക് പോലെ ഈ കേസ് തോറ്റിട്ട് അപ്പുറത്ത് നിന്ന് ഉണ്ടാക്കിക്കോ. സിമ്പിൾ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് 1.5 ലക്ഷം കിട്ടും, ബാക്കി അവിടെ നിന്ന് 8.5 ലക്ഷം കൂടി കിട്ടും. അപ്പൊ 11.5 ലക്ഷം, 10 ലക്ഷം. കറക്റ്റ് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ നമുക്ക് സാധാരണ ശമ്പളം കിട്ടുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ സ്വാധീനം കൂടി. കാരണം എന്താ? നമുക്ക് തോക്കാനുള്ള തോക്കാനുള്ള അധികാരവും കൂടി നമ്മുടെ കയ്യിൽ വന്നു. ഗവൺമെന്റിന് വേണ്ടി നമുക്ക് തോറ്റു കൊടുക്കുക. അപ്പൊ അങ്ങനെ തോക്കും. അങ്ങനെ നമ്മൾ നിരവധി കേസുകൾ നോക്കും. പല വിവാദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതല്ല, ജയിക്കാൻ ശ്രമിച്ചാൽ മോളിൽ നിന്നുള്ള വിളിയൊക്കെ വരും. നിങ്ങൾ ഈ പോക്കൃത്തരം കാണിക്കരുത്, നിങ്ങൾ അങ്ങനെ വിട്ടേക്കണത് പണിയെടുക്കാതെ തോറ്റു കൊടുക്കാനാന്ന് പറയും. അല്ലാതെ ഒന്നാമതെ ഈ നിങ്ങൾക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരു അഡ്വക്കേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ദൈവമേ 11 മണിക്ക് വന്ന് കോടതി സമയം കഴിഞ്ഞ് 5 മണിക്ക് വീട്ടിൽ പോയി എത്ര സുഖകരമായ ജോലിയാണെന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർക്ക് വല്ലതും അറിയുമെന്നറിയില്ല. കാരണം എന്താണെന്നറിയാമോ? ചില കുറ്റപത്രമൊക്കെ 6000 പേജൊക്കെയാണ്. 6000 പേജ്. സത്യം പറഞ്ഞ ഇപ്പൊ എന്റെയൊക്കെ പോലും ബുദ്ധിമുട്ടറിയാം. ഇപ്പൊ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ഇവരുടെ ഈ ഫിസിക്കൽ റിപ്പോർട്ട് 195 പേജാണ്. ഇന്ത്യയുടെ കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ 195 പേജുള്ള റിപ്പോർട്ട് വായിക്കണ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 10-300 പേജുള്ള വായിച്ചതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ സൂക്ഷ്മമായിട്ടാണ് ഒരു വക്കീൽ എന്ത് ചെയ്യേണ്ടത്, വായിക്കേണ്ടത്. അവൻ അതിൽ പോയിന്റ്സ് കണ്ടെത്തേണ്ടത് എന്നൊന്ന് ആലോചിക്കണം. അങ്ങനെ ഡെയിലി 5 കേസാണെന്ന് ആലോചിക്കണം. ഡെയിലി 5 കേസ്. പല വക്കീലന്മാരുടെ ഭാര്യമാര് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്കൊക്കെ 11 മണിക്ക് പോയിട്ട് എന്ത് ചെയ്യാം, വൈകുന്നേരം ഇങ്ങോട്ട് വന്ന് ഉറങ്ങിയാൽ മതി. ജഡ്ജിമാർക്കൊക്കെ എന്തൊരു സുഖം, 11 മണിക്ക് വരുന്നു, 5 മണിക്ക് പോകുന്നു. ജഡ്ജിമാരുടെയൊക്കെ ദൈവം. കാരണം ഇത് മുഴുവൻ എഴുതണമായിരുന്നു. ഇത് മുഴുവൻ നോക്കിയിട്ട് ഒരു വിധി എഴുതണം. ആ വിധി എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് എടുക്കുന്നവന്റെ നെഞ്ചുപൊട്ടി പോകും. കാരണം എന്താണെന്നറിയാമോ? ഒരു കാര്യം നമ്മൾ കാണാതെ വിട്ടുപോയാൽ അവന്റെ ജീവിതമാണ് പോണ. നിങ്ങളെ ജീവപര്യന്തം പോലെ തൂക്കിക്കൊലക്കൊരെ വിധിക്കാൻ കഴിയുന്ന ഒരു ജഡ്ജി ഒരു കാര്യം കാണാതെ വിട്ടുപോയെന്ന് ആലോചിക്കുക. അപ്പൊ ആ പണിയോട് ആത്മാർത്ഥത ഉള്ളവന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞ് ഇതൊരു ലെഷർ ടൈമാണ്. നിങ്ങളൊരു പോസ്റ്റിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നൈസായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടായത് പഴയ MK ദാമോദരൻ. അദ്ദേഹം പണ്ട് മറ്റേ ഭൂട്ടാൻ അതുപോലെ മറ്റേ സിക്കിം ഇതുപോലെയുള്ള ലോട്ടറികൾക്ക് വേണ്ടിയിട്ട് കേസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹമാണ് കുറച്ച് കഴിഞ്ഞപ്പോ CPM-ന്റെ ഒക്കെ ഭരണത്തിൽ, ഇടതുപക്ഷ ഭരണത്തിൽ അദ്ദേഹമാണ് അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് വന്നത്. അപ്പൊ ഗവൺമെന്റ് അതിനെതിരെ നിരവധി കേസുകൾ നടത്തുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഇനി എല്ലാം പോട്ടെ, പ്രജിത എന്റെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം 50 ലക്ഷം 5 കോടി രൂപ എന്റെ കേസിൽ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ പ്രജിത കൊണ്ടുവന്നെ, സോറി കാശൊക്കെ മേടിച്ചത് സോറി, പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ കേസ് വിടണേണ്. നാളെ മറ്റേ ഇതാണെന്ന് പറയൂലേ, ഞാൻ ഗവൺമെന്റിന് വേണ്ടി വാദിക്കാൻ പോണെന്ന് പറയുമ്പോൾ സാധാരണ പ്രതികളായിട്ടുള്ള ആളുകൾ ദേഷ്യപ്പെടുകയോ ചൂടാവുകയൊന്നും ചെയ്യില്ലേ? ഇന്ന് വരെ അങ്ങനെ ചൂടായ ഒരു സംഭവം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. പകരം പ്രതികൾ സന്തോഷിക്കുന്ന സംഭവമായിരിക്കും കേൾക്കുക. അവര് ബൊക്കെയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കേക്കൊക്കെ മേടിച്ചു, സാർ ഇത് കട്ട് ചെയ്യും, നമുക്ക് ആഘോഷിക്കാം. യു ബിക്കം ഗവൺമെന്റ് വക്കീലായി മാറിയിരിക്കുന്നു എന്ന് പറയും. എന്താ കാര്യം എന്നറിയാമോ? കാര്യം എന്താന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുശാലായി. പിന്നെ നമുക്ക് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണം. മറ്റത് അപ്പുറത്ത് ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യണം? പിന്നെ ഈ ഇവരുടെ ജൂനിയർമാര് തന്നെ ഓരോരുത്തരും വന്ന് വാദിക്കാൻ വേണ്ടി പോകുമ്പോ ആ ജൂനിയർ വാദിക്കാൻ പോകുന്ന വാദം എന്താണ്, കേസ് എന്താണ്, എങ്ങനെയാണ് ജഡ്ജ് ചെയ്തെടുക്കാൻ പോകുന്നത് എല്ലാം. അപ്പൊ അതുകൊണ്ട് ഇതിലെ കറുപ്പ് എന്ന് പറഞ്ഞ മറ്റേ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സൂര്യയുടെ. അപ്പൊ അതിലൊക്കെ കാണുന്ന പോലെ ഇതില് നീതി കിട്ടും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കളയും. അതുകൊണ്ട് ഇതൊക്കെ ഒരു കോമഡിയാണ്, തമാശയാണ്. അല്ലാതെ ഇപ്പൊ വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. ഈ ശബരിമല സ്വർണ്ണ കേസിൽ അടുത്ത 5 കൊല്ലം കൊണ്ട് ആരെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് ആരും ശിക്ഷിക്കപ്പെടുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് പ്രബുദ്ധരുടെ കേരളമാണ്.